ഇന്നത്തെ വീഡിയോ ഇന്ന് ഞങ്ങളെ തന്നെ ക്യൂ ആൻഡ് എ അതെ ഞങ്ങളെ തന്നെ പരിചയപ്പെടുത്താനായിട്ട് വന്നതാണ് അല്ലേ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ലൈവില് നമ്മൾ വരുമ്പോഴും യൂട്യൂബിൽ ലൈവിൽ വരുമ്പോഴും പിന്നെ അതുപോലെ പേഴ്സണൽ മെസ്സേജ് വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ സോർട്ട് ചെയ്തെടുത്ത് അതിന്റെ ആൻസർ കോമൺ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ട് ആൻസർ പറയാനായിട്ടാണ് ബേസിക്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ അതുപോലെ നമുക്ക് പറയാൻ കഴിയുന്നത് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ FB പേജ് അതിപ്പോ അത്യാവശ്യം ഇതായി വരുന്നുണ്ട്, ആളുകൾ അറിഞ്ഞു അത് ചെയ്യുക, ഫോളോ ചെയ്യുക. നമ്മളെ എല്ലാത്തിലും ഇഷ്ടപ്പെടുന്നവരൊക്കെ നമ്മളെ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. പിന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് കുറെ താങ്ക്സ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഫുൾ നെയിം ആണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. കുറെ പേരും കണ്ണന്റെ പേര് രാഹുൽ എസ് നായർ, മിത്ര രാഹുൽ, മിത്ര കെ ആയിരുന്നു, മിത്ര രാഹുൽ. പിന്നെ നമ്മുടെ ബേബിയുടെ നെയിം കുറെ പേര് ചാർവി രാഹുൽ എന്നാണ് അവളുടെ പേര് വരുന്നത്. പിന്നെ നമ്മൾ ചോദ്യങ്ങള് 1 by 1 ആയിട്ട് എക്സേ പോലെ പറഞ്ഞു പോലെ 1 by 1 ചോദ്യമായിട്ട് വരുമ്പോൾ അവർക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ ഇങ്ങനെ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അടുത്ത ചോദ്യം ഏജ് വെളിപ്പെടുത്താൻ എനിക്ക് പ്രശ്നം എനിക്ക് കുഴപ്പമില്ല. എന്റെ വയസ്സ് പറയുമ്പോ 21. അത് കൂടെ കുറച്ചുകൂടി കൂട്ടൂ. 21 കൂട്ടൂ, നീ കൂട്ടൂ. എന്റെ വയസ്സ് 29. എനിക്ക് ഈ ജൂലൈ 12-ാം തീയതിയാണ് ഡേറ്റ് ഓഫ് ബർത്ത്. ബട്ട് നമ്മൾ നാള് വെച്ച് നോക്കുന്ന കാരണം 24-ാം തീയതി അന്ന് 29 വയസ്സായി. എനിക്ക് 25. എനിക്ക് 25. നീ ഡിസംബർ വന്നാ എനിക്ക് 26. എന്താ പോകുന്ന പോക്കല്ലേ. 29-ഉം 25. അപ്പൊ അതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. അപ്പൊ പേര് പറഞ്ഞു, വയസ്സ് പറഞ്ഞു, കുട്ടിയുടെ പേരും പറഞ്ഞു. പിന്നെ അടുത്ത വന്നിരിക്കുന്ന ചോദ്യം ക്വാളിഫിക്കേഷൻ. അതിപ്പോ താങ്കൾ പറഞ്ഞു. എന്റെ ക്വാളിഫിക്കേഷൻ ഞാൻ ബാച്ചിലേഴ്സ് ആയിരുന്നു, കൊമേഴ്സ് ഉണ്ടായിരുന്നത്. ഇല്ല ഞാൻ ജയിച്ചു കോളേജില്. എന്താ ചെയ്യാ, റിസൾട്ട് വന്നപ്പോ എല്ലാവർക്കും അറിയുന്ന കാര്യമായിട്ട്. എന്റെന്ന് പറയുമ്പോ ഞാൻ ഡിഗ്രി പഠിച്ചത് കൊച്ചിയിലാണ്, BBA ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ UK പോയിട്ട് അവിടെ നിന്നാണ് മാസ്റ്റേഴ്സ് കഴിഞ്ഞത്, MSc ഇന്റർനാഷണൽ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് ആണ് കഴിഞ്ഞ്. പിന്നെ പഠിച്ച് ജോലി ചെയ്തതിനു ശേഷം നാട്ടിലോട്ട് ഇങ്ങനെ വന്നു. അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ, BCom MSc. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ജോബ്. അതാണ് നമ്മളുടെ പറഞ്ഞിട്ടുള്ളത്. പണിയില്ലാത്ത ആൾ. ഒരു പണിയില്ലാത്ത ആൾ ഇല്ല. ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ HDFCയിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിപ്രോയിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഒന്നും വർക്ക് ചെയ്യുന്നു. ഡെലിവറിക്ക് ശേഷം ആ ഒരു ടൈം ആവുമ്പോഴേക്കും റിസൈൻ ചെയ്തു. പിന്നെ ഇപ്പൊ കുട്ടി ഒന്നതാവുന്ന വരെ എനിക്ക് തോന്നുന്നു. പിന്നെ ഇല്ല, ഇപ്പോഴും ഞാൻ നോക്കുന്നുണ്ട്. വർക്ക് ഫ്രം ഹോം ഒക്കെ ഞാൻ നോക്കുന്നുണ്ട്. കിട്ടുവാണെങ്കിൽ ജോയിൻ ചെയ്യും. പിന്നെ എൻ്റെ എന്ന് പറയുമ്പോൾ എൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിരുന്നു, കുറച്ചുകൂടി ലെങ്തി ആണ്. കാരണം ഞാൻ ബേസിക്സ് ആയിട്ടുള്ള എൻ്റെ എല്ലാ എക്സ്പീരിയൻസ് UK-യിലാണ്. ഞാൻ അവിടെ ഫ്രണ്ട് ഓഫീസിൽ കയറി, അതുപോലെ സൂപ്പർവൈസറായി, പിന്നെ അതിനുശേഷം ഡ്യൂട്ടി മാനേജറായി. പിന്നെ നാട്ടിലോട്ട് വരുമ്പോൾ ഞാൻ ഡ്യൂട്ടി മാനേജറായിരുന്നു. പിന്നെ അതിനുശേഷം ഇവിടെ വന്നിട്ട് ഞാൻ അസിസ്റ്റന്റ് സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷമാണ് ഞാൻ താജിൽ ഫ്രണ്ട് ഓഫീസ് സൂപ്പർവൈസറായിട്ട് കയറിയത്. ഇപ്പം അവിടെ നിന്ന് ഇറങ്ങി വേറെ 1-ാം തീയതി വേറെ ജോയിനിങ് ഉണ്ട്. അത് ജോയിനിങ്ങിന് ശേഷം ഞാൻ പറയുന്നത്. അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം അല്ലേ. അപ്പൊ അത് എന്താണ് കാര്യങ്ങളൊക്കെ ഞാൻ ആ ടൈമിൽ ഞാൻ പറയാം. ഇതാണ് കണ്ണന്റെ കരിയർ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഏറ്റവും വലിയ, അതായത് നമ്മുടെ തുടക്കം തൊട്ടിട്ടുള്ള എല്ലാ വീഡിയോസിലും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ഒടിച്ചു കെട്ടിയതാണോ എന്നുള്ളതാണ് എല്ലാവരുടെയും ഡൗട്ട്. അല്ല, അറേഞ്ച് മാരേജ്. അതെ, നമ്മൾ മാട്രിമോണി വഴി നമ്മൾ പരസ്യങ്ങൾ കാണാറില്ലേ. 100%. കാരണം എപ്പോഴും കമന്റ് അതിലും വരാറുണ്ട്, ശരിക്കാണോ പറയുന്നത്, അങ്ങനെയാണ് കറക്റ്റ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സമയം മാട്രിമോണി, കേരള മാട്രിമോണി ആയിരുന്നു. കേരള മാട്രിമോണിയിലെ അങ്ങനെ പരിചയപ്പെട്ടില്ല. നമ്മളുടെ ഫാമിലി ഒഫീഷ്യലി ഇതാക്കിയിട്ട് അങ്ങനെ നമ്മളുടെ മാരേജ് അറേഞ്ച്ഡ് മാരേജ് തന്നെ ആയിരുന്നു. പക്ക അറേഞ്ച്ഡ് മാരേജ് ആണ്. അപ്പോൾ ആ ഡൗട്ടും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പേര് കവർ ചെയ്തു. പേര്, കുട്ടിയുടെ പേര്, ഏജ്, സ്ഥലം പറഞ്ഞില്ല നമ്മൾ. അടുത്ത ചോദ്യം. പിന്നെ ക്വാളിഫിക്കേഷൻ പറഞ്ഞു, ജോബ് എന്താന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്ര നിങ്ങൾക്ക് ക്ലിയർ ആയി പ്രതീക്ഷിക്കുന്നു. ഇനി സ്ഥലം, അടുത്താണ് നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്ന് ചോദിക്കുന്നത്. അതെ, സ്ഥലം എന്ന് പറയുന്നത് ഞാൻ ഷൊർണൂരിൽ നിന്നാണ്. ഞാൻ ഒറ്റപ്പാലം അടുത്താണ്, പഴയന്നൂർ. തൃശ്ശൂർ ജില്ലയാണ്. ഒറ്റപ്പാലം പറയുമ്പോഴാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. പഴയന്നൂർ, ചേലക്കര, ആലത്തൂരൊക്കെ അടുത്ത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ നമുക്ക്. അല്ല, നമ്മൾ ലവ് മാരേജും കവർ ചെയ്തല്ലോ. കവർ ചെയ്തു.
ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അടുത്ത ചോദ്യം, ബേബി പ്ലാൻ എക്സ്പെക്ടഡ് നെക്സ്റ്റ് ബേബി പ്ലാൻ. അല്ലല്ല, നമുക്ക് ഉണ്ടായ ബേബി അല്ല, ഇത് ബേബി പ്ലാൻ ആണ് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം അടുത്ത്. അപ്പോ പറയും ബേബി പ്ലാൻ ഇനി നമ്മൾ എക്സ്പെക്ട് ഇപ്പൊ നമ്മൾ അങ്ങനെ, അതായത് നമ്മളുടെ ഫസ്റ്റ് ബേബി ആയാൽ കൂടെ നമ്മൾ അതായത് ഇങ്ങനെ ഇപ്പൊ വേണം അങ്ങനെയൊന്നും ചെയ്തിട്ടല്ല. അതെ, കാരണം നമുക്ക് നമ്മൾ അതിനുള്ള പ്രിക്കോഷൻസ് തടയാളൊന്നും എടുത്തിട്ടില്ല. കാരണം നമുക്ക് എപ്പോഴാണ് ദൈവം തരുന്നത് നമ്മൾ സ്വീകരിക്കാം. അപ്പോൾ ആ പ്ലാൻ തന്നെയായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ബട്ട് നെക്സ്റ്റ് അടുത്തൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇവളെ ഒന്ന് നമ്മള് വളർത്തി സെറ്റ് ചെയ്തിട്ട് അല്ലേ, അപ്പൊ അങ്ങനെ ഒരു പ്ലാനാണ്. മേ ബി ചിലപ്പോൾ 2-3 വർഷം അല്ലേ. എന്താ നോട്ടത്തിനൊരു അല്ല അങ്ങനല്ല. അപ്പൊ ഇതിപ്പോ വലിയ ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ബേബിക്കുള്ള നമുക്ക് പ്ലാൻ ഇല്ലാതെ കിട്ടിയ ആളാണ്. അപ്പൊ അതുപോലെ അടുത്ത പ്ലാൻ ചെയ്യണം. നമുക്ക് പ്ലാൻ ഇല്ലാതെ അപ്പൊ ഇല്ല, ചെറുതായിട്ടൊരു പ്ലാൻ. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ അടുത്ത നമ്മുടെ ബേബിയുടെ പ്ലാൻ എന്താ ചോദിച്ചിട്ടുള്ളത്. അവൾക്ക് ഇപ്പൊ എത്രയാണ് അവളുടെ ഏജ്, ആ ഒരു മന്ത്സ് ചോദിക്കുന്നുണ്ട്. അവൾക്ക് ഇപ്പോ 3 months, അതായത് 93 days ആയി. 3 months കംപ്ലീറ്റ് ചെയ്ത് 3 days കൂടി. അതെ, ചോറുണ പറയും 2 മാസം കൂടെ കഴിഞ്ഞാൽ ചോറുണ്ടൊക്കെ ബ്ലോഗ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ പറ്റാണ് നമ്മൾ ചെയ്യും. ഇനി നമ്മൾ കണ്ണേറ്റം കുറച്ചുകൂടി ഇതിലൊക്കെ ജോബിന്റെ ഇതിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി ബിസി ആയിട്ട് മാറും അല്ലേ. പിന്നെ അടുത്തതാണ് ഇമ്പോർട്ടന്റ് പോസ്റ്റ്മോർട്ടം. അതിനെക്കുറിച്ച് ചോദിച്ചാൽ എനിക്കറിയില്ല, വളരെ പറയണം. പോസ്റ്റ്മോർട്ടം, അതായത് കുറച്ച് കമന്റ്സ് ഞാൻ കണ്ടു. പോസ്റ്റ്മോർട്ടം ചില വീഡിയോസിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അങ്ങനത്തെ സംഭവമൊക്കെ കാണാറുണ്ടല്ലോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനത്തെ തരത്തിലുള്ള ഡിപ്രഷനോ അതൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഫുള്ളി എൻഗേജ്ഡ് തന്നെയായിരുന്നു. ഒന്നാമത് അവൾ വന്ന സന്തോഷം, പിന്നെ പക്ഷെ എനിക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും ചെറിയ ഒരു ഡൾ. അതിക്കൊണ്ട് നിന്റെ ഫിസിക്കൽ ഇതിലാണ് തോന്നുന്നത്. അതുണ്ട് കേട്ടോ, എനിക്ക് ഫിസിക്കലി കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതെന്താന്നൊക്കെ ഉള്ളതും ചോദിച്ചിട്ട് കുറെ കമന്റ്സ് വന്നിട്ട്. പക്ഷെ ഞാൻ അതൊരു വേറെ വീഡിയോ ആയിട്ട് തന്നെ പറയാം കേട്ടോ. അത് കുറച്ച് കൂടുതലുണ്ട് നമുക്ക് പറയാനായിട്ട്. ഇല്ല, പറയുന്നില്ല. ഫിസിക്കലി എനിക്ക് കുറച്ച് ഇത് വന്നിട്ടുണ്ട്, അല്ലാതെ മെന്റലി ഞാൻ അങ്ങനെ ഒരു കുഴപ്പമില്ല. കുറച്ച് കൂടിയിട്ടുണ്ടോ എന്ന് ഡൗട്ട്. അല്ല, ഞാൻ ഓക്കെയാണ്. എനിക്ക് അങ്ങനെ ഡിപ്രഷൻ മൂഡ് അതൊന്നുമില്ല, ചിൽ മൂഡാണ്. ഞാൻ അടുത്തതാണ് ഇൻകം കിട്ടാൻ തുടങ്ങിയോ. അതിപ്പോ സ്പെസിഫിക്കലി എനിക്ക് തോന്നുന്നു അവര് ചോദിക്കുന്നത് യൂട്യൂബിൽ നിന്നാണ്. പക്ഷെ ചോദ്യങ്ങൾ അതൊരു DMs വരുന്നുണ്ട്. ഇൻകം കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഇൻകം എന്ന് പറയാനായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് എന്റെ മോണിറ്റൈസേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ മോണിറ്റൈസേഷൻ എന്നുള്ള സംഭവം അല്ലല്ലോ, അവിടെ പ്രൊമോഷൻസ് ആണ്. അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പ്രൊമോഷൻസ് ഒന്നും ഞാൻ എടുക്കാറില്ല. ഇഷ്ടം പോലെ വരുന്നുണ്ട്. നമുക്ക് ടെക്സ്റ്റൈൽസുകളുടെ അതുപോലെ ഹെയർ ക്രീം, ഓയിൽസ്, അത് ഇതൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ എടുത്തിട്ടില്ല അതുവരെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത് എപ്പോഴും അവനവൻ, ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഞാൻ എന്റെ സജഷൻ ആണ് പറയുന്നത്. അല്ല, അപ്പൊ ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ഇത് സജസ്റ്റ് ചെയ്ത് നിങ്ങൾ അത് ചെയ്യണം എന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് റിവ്യൂ ആണെങ്കിൽ നിങ്ങൾ തന്നെ അത് യൂസ് ചെയ്തിട്ട് വേണം. പിന്നെ നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഇപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് അത് നമുക്ക് എഫക്റ്റീവായി തോന്നുകയാണെങ്കിൽ നമുക്ക് പറയാം. പിന്നെ എനിക്ക് ചേരുന്നത് തന്നെ മറ്റുള്ളവർക്ക് ഇഷ്ടമായിക്കൊള്ളണം എന്നില്ല. അപ്പൊ ഫേസ്ബുക്കിൽ എനിക്ക് തോന്നുന്നു ഏർണിങ്സ് വരും, കാരണം അത് ഓൾറെഡി മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പെയ്ഡ് പ്രൊമോഷൻസ് ഒന്നും എടുക്കാറില്ല. ഇപ്പൊ പറഞ്ഞ പോലെ ഫ്യൂച്ചറിൽ പറഞ്ഞ പോലെ നല്ലതൊക്കെ വരികയാണെങ്കിൽ മെയിൻ എടുക്കും എന്നുള്ള പ്ലാൻ. യൂട്യൂബിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം അവർ പറഞ്ഞ ക്രൈറ്റീരിയ 1000 സബ്സ്ക്രൈബേഴ്സ് അല്ലേ. പിന്നെ ഷോർട്സിന് 10 million വ്യൂ ആണ്. അത് നമ്മുടെ നിയർ ബൈ എത്തി. ബട്ട് പിന്നെ വീഡിയോസ് കോൺസ്റ്റന്റ് ആവാത്ത കാരണം റീച്ച് കുറഞ്ഞു. അതില് അപ്പൊ അതിനി അതെത്തിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ പിന്നെ നമ്മൾ എഫേർട്ട് ഇട്ട് ചെയ്യുന്ന കാരണം അതൊരു പ്രൊമോഷനോ കാര്യങ്ങളല്ലാത്ത കാരണം അതിന്റെ നമുക്ക് ഇൻകം നമ്മുടെ അത് പിന്നെ ഡെലിവറി ടൈം ഒക്കെ ഇപ്പൊ വീഡിയോസ് ഒക്കെ കുറച്ച് കുറഞ്ഞു. പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടിട്ട് കാര്യമില്ലല്ലോ, കണ്ടന്റ് വേണ്ടേ. അത് കാരണം ഇനിയിപ്പോ യൂട്യൂബ് ഒന്ന് ഫോക്കസ് ചെയ്യണം. പക്ഷെ അത് കിട്ടാൻ തുടങ്ങി നമ്മൾ പറയും ചെയ്യും അതെ. അപ്പൊ അത് ക്ലിയർ ആയിരിക്കുന്നു അല്ലേ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ബ്രദർ ആൻഡ് സിസ്റ്റർ ആണോ ചോദിച്ചു വരുന്നുണ്ട്. നമ്മളിപ്പോ മാരേജിന്റെ കാര്യം പറഞ്ഞു, പക്ഷെ എന്നാലും സിമിലാരിറ്റീസ് പറയുന്നുണ്ട്. ഈ ഇടയ്ക്ക് നമ്മൾ ലൈവിൽ കയറിയപ്പോ യൂട്യൂബിലൊക്കെ തോന്നുന്നു നമ്മുടെ ഫസ്റ്റ് ലൈവിൽ കയറിയപ്പോ ബ്രദർ സിസ്റ്റർ ആണോ ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ബ്രദർ സിസ്റ്റർ ഓ നിറയെ വന്നിട്ടുണ്ട്. അതുപോലെ അഭിലന്നെ കൊറേ അച്ഛനും മോളാണോ എന്നുള്ള കമന്റ്സ് വന്നിട്ടുണ്ട്. ഞാനിട്ട്
ഇല്ല അങ്ങനത്തെ കമന്റ്സ് അല്ല. ബ്രദർ സിസ്റ്റർ ആണോ എന്നുള്ളത് കുറേ പേര് ചോദിച്ചു. അല്ല, ഒരാൾ ചോദിച്ചിട്ടുണ്ട് അമ്മയും മകനാണ് ചോദിച്ചിട്ടുണ്ട്. എവിടെയാ ഏതോ വീഡിയോ ചോദിച്ചിട്ടുണ്ട്. രാഹുൽ എന്നുള്ള പേരിട്ടാണോ ചോദിച്ചിട്ടുണ്ട്? സ്വയം എഴുതി ടൈപ്പ് ചെയ്തിട്ടിട്ടില്ലേ ഒരെണ്ണം. അങ്ങനെ ഇതെന്റെ സ്വന്തം ഭാര്യ, ഇതെന്റെ സ്വന്തം ഭർത്താവ്. ഇനിയും ഇതേ കമന്റ്സ് ഇട്ടിട്ട് വരുന്നവരുടെ നമ്മൾ എന്താ പറയാ, ഇനിയും പറയും നമ്മള് ഭാര്യയും ഭർത്താവും അല്ലേ? നമ്മൾ ഓക്കെ. അടുത്ത സ്കിൻ കെയർ. താങ്കളുടെ സ്കിൻ കെയർ, എന്റെ സ്കിൻ കെയർ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് സ്കിൻ കെയർ ഒന്നും ഇല്ല. ഞാൻ ഒരു സ്കിൻ കെയറും എടുക്കാറില്ല. മോയ്സ്ചറൈസർ ഇടും, പിന്നെ പുറത്ത് പോവാണെന്നുണ്ടെങ്കിൽ ഇല്ല ഇല്ല എപ്പോഴെങ്കിലും ഞാൻ യൂസ് ചെയ്യും. അത് ഞാൻ ഇല്ലാന്ന് പറഞ്ഞില്ല. അപ്പൊ ടാൽക്കം പൗഡർ ഞാൻ എപ്പോഴെങ്കിലും യൂസ് ചെയ്യും. പിന്നെ ഞാൻ ഒക്കേഷണലി ഞാൻ ഒരുങ്ങാറുണ്ട്, അതുണ്ടല്ലാതെ എനിക്ക് സ്കിൻ കെയർ അതൊന്നുമില്ല. നമ്മൾക്ക് ഇപ്പം വലിയ വലിയ മാരേജ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വരുമ്പോ നമ്മള് ഒരുങ്ങൂലോ, ആ ഒരു കൊക്കെ അതില്ല. ഇനി കണ്ണാടി സ്കിൻ കെയർ ആയിട്ട് പറയൂ. എനിക്ക് സ്കിൻ കെയർ ഇല്ലാത്ത വ്യക്തികളിൽ ഒരാളായിരിക്കും ഞാൻ. ഒന്നും ചെയ്യാതെ ഞാൻ ആകെ ജോലിക്ക് പോകുമ്പോൾ മാത്രം രാവിലെ ഒക്കെ നേരത്തെ എണീറ്റ് പോകുമ്പോൾ ഈ കാറ്റടിച്ച് പൊട്ടാതിരിക്കാൻ വേണ്ടി എപ്പോഴെങ്കിലും മോയ്സ്ചറൈസർ മാത്രം തേക്കും. അത് ആ ഉള്ള വശം മാത്രമേ ഞാൻ തേക്കുള്ളൂ. അല്ലാതെ എനിക്കൊരു എന്താ ഒരു പാറ്റേൺ ഫോളോ ചെയ്യും അങ്ങനെയൊന്നും എനിക്കില്ല. പിന്നെ ഞാൻ ആകെ എന്റെ ശരീരത്തിൽ ചെയ്യുന്നത് ഹെയർ ക്രീം അല്ലെങ്കിൽ അതിന്റെ വാക്സ് എന്തെങ്കിലും യൂസ് ചെയ്യും. കാരണം വെച്ചാൽ അതിന്റെ ജോലിയുടെ ഒരു പാർട്ടായിരുന്നു. അത് കാരണം അത് യൂസ് ചെയ്യും. പിന്നെ മുടി അങ്ങനെ ഒരു ഷാബി ആയിട്ട് ഇരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അത് കാരണം ചെയ്യും. അല്ല സത്യമായിട്ട് ഒന്നും ചെയ്യില്ല. ചില സമയത്ത് ഞാൻ ഡള്ളായി എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും വെച്ചാൽ പൗഡറൊക്കെ എടുത്തിട്ട് ഒന്ന് വെറുതെ ടച്ചപ്പ് കണ്ടിട്ട് പറയില്ലേ വേണ്ട വേണ്ട പറയും. അങ്ങനെ. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യട്ടെ. ചാർവിക്ക് അച്ഛനെയാണോ അതുപോലെ തന്നെ അമ്മേനെയാണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് അവള് 3 മാസം ആയിട്ടുള്ളൂ, നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ അവൾക്ക് നമ്മളെയൊക്കെ ഇപ്പൊ എല്ലാവരും ഇപ്പൊ എന്നെയാണെങ്കിലും ഇവളാണെങ്കിലും അച്ഛനെ അമ്മേനെ എല്ലാവരും കാണുമ്പോൾ അവൾക്ക് മനസ്സിലാവുന്ന ഒരു കാണിക്കുന്നുണ്ട് അവള്. പിന്നെ അതുപോലെ നമ്മൾ സംസാരിക്കുമ്പോൾ തരുന്ന റെസ്പോൺസ്. നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എനിക്ക് തോന്നുന്നു ഭയങ്കര വൈറലായിട്ടുണ്ട്. ഏതൊക്കെയോ രാജ്യത്ത് ഷെയർ ആയി പോകുന്നുണ്ട് വീഡിയോ കുട്ടിയുടെ. അപ്പോൾ അത് അവളോട് സംസാരിക്കുമ്പോൾ അവൾ ഒരുപാട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ, എന്റെ എന്ന് പറയാണ് അവള് കുറച്ചും കൂടി അറ്റാച്ച്ഡ് കണ്ണേറ്റനുമായിട്ടാണ്. പക്ഷെ കൂടുതൽ സംസാരിക്കുന്ന ഇവളോടായി കണ്ടിട്ടുണ്ട് ശരിക്കും. അതായത് ഞങ്ങൾ രാത്രി കിടക്കാൻ നേരത്തെ ഞാൻ അവളെ ഒരു പാല് കൊടുത്ത് ഉറക്കുമ്പോഴും കണ്ണേട്ടൻ ഇങ്ങനെ രാത്രി ഇങ്ങനത്തെ സൗണ്ട് വരും. ആ സൗണ്ട് വരുമ്പോൾ അവൾ ആ സ്പോട്ടിൽ പാലുകൂടി നിർത്തിയിട്ട് എവിടുന്നാണോ സൗണ്ട് വെച്ച് ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പൊ കണ്ണേട്ടൻ എന്താ ചെയ്യണ്ടാവുക വെച്ചാൽ ഫോൺ നോക്കിയിട്ടായിരിക്കുണ്ടാവുക, കണ്ടിട്ടുണ്ടാവില്ല, അവളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഇവള് എന്ന് പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കിയിട്ട് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് അവൾ ഓരോന്നും ചെയ്യും. കണ്ണേട്ടനെ നോക്കിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ എപ്പോഴും ഫ്രണ്ട് കൂടെ പാസ് ചെയ്ത് പോകുമ്പോഴും ആ പോകുന്നിടത്ത് കൂടെ ഇങ്ങനെ കണ്ണോണ്ട് നോക്കിക്കൊണ്ടേയിരിക്കും അവള്. അത് ഞാൻ ശരിക്കും അവള് ശരിക്കും കണ്ണേട്ടനെ നന്നായിട്ട് അത് ശരിയാണ്, അതറിയാം. പിന്നെ ഓൾമോസ്റ്റ് പെൺകുട്ടികൾക്ക് എപ്പോഴും അച്ഛന്മാരായിട്ടാണല്ലോ കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവുക. ഓൾമോസ്റ്റ് കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അടുത്തത് വന്നിട്ടുള്ളത് നമ്മുടെ ചാറി ബോയ് ആണോ ഗേൾ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ. മുടി വരാൻ പിന്നെ നമ്മൾ കാത് കുത്തിയിട്ടില്ല. അത് കാരണം തോന്നുന്നു. അപ്പൊ നമ്മുടെ വീഡിയോസിൽ അറിയുന്നവർക്ക് അറിയാം പെൺകുട്ടി എന്നുള്ളത്. നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക്. അല്ലാതെ ഫേസ്ബുക്കിലൊന്നും എനിക്കൊന്നും ആളുകൾക്ക് പകുതി പേർക്ക് അറിയില്ല. അപ്പൊ അവര് കാണുന്ന ഇവനെ കാണാൻ അച്ഛനെ പോലെ എന്റെ കുട്ടിയെ പോലെ ആ രീതിയിൽ, അതായത് ഇവൻ എന്നാണ് പറയുന്നത്. അപ്പൊ അതായത് അവർ കൂടുതൽ ചിന്തിക്കുന്ന ആൺകുട്ടിയാണെന്നാണ് തോന്നുന്നു പ്രതീക്ഷിക്കുന്നത്. ഞാൻ പേരിടുന്ന സമയത്ത് ഞാൻ കരുതി എനിക്ക് ഉണ്ടായിരുന്നു കോമൺ ആയിട്ടുള്ള ഡെറ്റ്. പക്ഷെ പിന്നെ പേരിട്ടപ്പോൾ ചിന്തിച്ചു പീശ ഞാൻ പേരിൽ ഒരുപാട് പേരുണ്ടാവും. പിന്നെ ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ വേറെ ആരുടെ പേര്. അപ്പൊ പെൺകുട്ടിയാണ്, പേര് ചാർവി രാഹുൽ എന്നാണ്. അപ്പൊ ആ ഒരു കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കും. പിന്നെ അടുത്ത ഒരു ചോദ്യം, അത് എനിക്ക് ബൈ ഹാർട്ടാണ്. അതായത് ഇപ്പൊ നമ്മള് പുറത്തു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണെങ്കിലും അതുപോലെ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മുടെ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ അവർ സംസാരിക്കില്ല. ബട്ട് അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് മെസ്സേജ് അയക്കും, ഇങ്ങനെ വന്നിരുന്നോ കണ്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ വന്നിരുന്നു. കാരണം വെച്ചാൽ എൻ്റെ ഫോണിലാണ് ഇൻസ്റ്റാഗ്രാം, ഞങ്ങൾ രണ്ടുപേരും എൻ്റെ ഫോണിലാണ് യൂസ് ചെയ്യുന്നത്. അവളുടെ ഫോണിൽ ഇൻസ്റ്റാഗ്രാം അല്ല, നമ്മൾ രണ്ടുപേരും യൂസ് ചെയ്യുന്ന എൻ്റെ ഫോണിലാണ് ഇൻസ്റ്റാഗ്രാം വരുന്നത്. അപ്പോൾ മെസ്സേജ് ഇപ്പം ഞാൻ ഇല്ലാത്തപ്പോഴാണെങ്കിൽ അവളോട് നോക്കുമ്പോഴും ഇങ്ങനെ വന്നിരുന്നത് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ തിരിച്ച് മെസ്സേജ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമുക്ക് സന്തോഷം. ഇപ്പൊ നേരത്തെ റവന്യൂ ഇൻകമിന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചു, ഞാൻ എന്റെ സൈഡില് എനിക്ക് ഇൻകമിനേക്കാൾ കൂടുതൽ എനിക്ക് മനസ്സിലാക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ ആളുകൾ നമ്മളെ മനസ്സിലാക്കുന്നത്.
അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം. കാരണം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ആളുകൾ അറിയുന്നതാണ്. പക്ഷെ നമുക്ക് 1-2 ഒക്കേഷനിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, നമ്മുടെ അടുത്ത് വന്നിട്ട് സംസാരിച്ചിട്ടുണ്ട് അല്ലേ? സംസാരിച്ചിട്ടുണ്ട് കൂടുതലും. പക്ഷെ ആളുകൾ ഞാൻ കണ്ടിരിക്കുന്നത് അവര് മെസ്സേജ് ഇടും, ഞങ്ങൾ കണ്ടിരുന്നു, സംസാരിക്കാൻ. നിങ്ങൾ തിരിച്ച് റിപ്ലൈ ചെയ്യോ എന്നുള്ള ഒരു പേടി കാരണം അടുത്ത് വരാതിരുന്നത്, അങ്ങനെയൊക്കെ ഓരോരോ മെസ്സേജ് കാണാറുണ്ട്. ഞങ്ങൾക്ക് അങ്ങനത്തെ ജാട അതൊന്നും ഇല്ല, നിങ്ങൾ വരുന്നതാ നമുക്ക് ജാട കാണിക്കാനൊന്നും. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് നമുക്കും സന്തോഷമാണ്. അല്ല, ചിലവരുണ്ടാവുമല്ലോ, അതായത് ഇങ്ങനെ വന്ന് സംസാരിച്ചാലും സെലിബ്രിറ്റീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സെലിബ്രിറ്റീസ് മാത്രമല്ല നോർമൽ പീപ്പിളും ഉണ്ടാവും ചിലവര് ഇങ്ങനെ വന്ന് സംസാരിച്ചാൽ തിരിച്ച് സംസാരിക്കാൻ മടിയുള്ളവരും ഉണ്ടാവും. അങ്ങനെ അല്ല, ഞാനും ഭയങ്കര ഭയങ്കര ഓവറാണ്. നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് നമുക്ക് കൂടുതലും സന്തോഷം, പരിചയപ്പെടാൻ, സംസാരിക്കാം. അപ്പൊ അതും നമ്മൾ ഈ ഇതിലൂടെ അറിയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് കുറച്ചും കൂടി അടുത്തറിയുമ്പോൾ കുറച്ചുകൂടി എന്താ പറയാ, നമ്മൾ കുറച്ചുകൂടി ഹാപ്പി ആവല്ലേ ചെയ്യാം. അപ്പോ ആ ഒരു കാര്യത്തിൽ ഇനി ആർക്കും ഡൗട്ട് വേണ്ട. അതെ, നമ്മൾ ഇനി എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ നമ്മൾ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ഓടി വരിക, നമുക്ക് സംസാരിക്കാം അല്ലെ. പിന്നെ അടുത്ത വേറൊരു ചോദ്യം കൂടി ഉണ്ട്, പുറമേ തിരിച്ചു പോകാനുള്ള പ്ലാൻ ഉണ്ടോ? യുകെയിലോട്ട് ഞങ്ങൾ പോകുന്നില്ല. പിന്നെ പുറമെ പോകണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. അപ്പൊ തീരുമാനിച്ചിട്ട് അങ്ങനെ തോന്നുകയാണെങ്കിൽ എന്താ യുകെയിലേക്ക് എന്നുള്ള പ്ലാൻ ഞാൻ ഒരുപാട് തീരുമാനിച്ചെടുത്ത പ്ലാനായിരുന്നു. ഇനിയിപ്പോൾ അടുത്തൊരു നമ്മളൊരു ഓപ്ഷൻ നോക്കുമ്പോൾ ആലോചിച്ച് വേണം തീരുമാനിക്കാൻ. ഇപ്പൊ പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങൾ കൂടി ഒരാളും കൂടി ആയി. അപ്പോൾ ഇനിയിപ്പോൾ ഒരു റീലൊക്കേറ്റ് ചെയ്യാന്ന് പറയുമ്പോഴും അവളെയും ഉൾപ്പെടുത്തണം. അപ്പോൾ ഈ ഒരു എന്താ പറയുക പ്രസന്റ് സിറ്റുവേഷനിൽ അവള് ചെറുതാണ്, ഹെൽത്ത് നോക്കണം. അപ്പോൾ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ എന്തെങ്കിലും അപ്ഡേഷൻ നമ്മൾ അറിയിക്കും അല്ലേ? പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അതെന്താണെന്ന് വെച്ചാൽ എന്റെ സ്റ്റിച്ച് ആൻഡ് സ്ട്രെച്ച് മാർക്സിനെ കുറിച്ചിട്ട് ചോദ്യം വന്നിട്ടുണ്ട്. കാരണം എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. അപ്പൊ നമുക്കത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം അല്ലെ? പോസ്റ്റ്മോർട്ടത്തിന്റെ എല്ലാം കൂടെ ഞാൻ ഒന്നായിട്ട് ഒരു വീഡിയോ ചെയ്യും. അതെന്തായാലും ഞാൻ ഈ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യും കേട്ടോ, അത് നോക്കാം. ഇതൊക്കെയാണ് നമ്മൾ എടുത്തത് കുറച്ച് ചോദ്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ, ബട്ട് കൂടുതലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇതന്നെയാണ് നമ്മളുടെ അടുത്ത് കൂടുതലും ചോദിച്ചിരിക്കുന്നത്. അതെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. വീണ്ടും നമുക്ക് ഇനി എന്തെങ്കിലും ചാലഞ്ചസ് ഒരുപാട് നമ്മൾ ചെയ്യാൻ പറയുന്നുണ്ട്, അത് നമ്മൾ ചെയ്യും. ഇപ്പൊ മഴയെ കാരണം പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതന്നെ നമ്മള് സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മളുടെ വീഡിയോയിൽ ക്ലാരിറ്റി ഉണ്ടോ ക്ലിയർ ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ഇനി എടുത്തു കഴിഞ്ഞാൽ അറിയുള്ളൂ. പിന്നെ സൗണ്ടിന്റെ പ്രശ്നം ഉണ്ടെന്ന് നമുക്കറിയാം. മൈക്ക് നമ്മൾ വാങ്ങിയിട്ടില്ല, വാങ്ങണം. നമ്മൾ ഓരോന്നായിട്ട് ഇപ്പൊ സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ അടുത്താണ് റിംഗ് ലൈറ്റ് വാങ്ങിയത്, അത് സെറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഇനി അടുത്തത് നമ്മൾ വാങ്ങിക്കും. അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി ഒക്കെ ഉൾപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങളും. പിന്നെ അതുപോലെ മഴയൊക്കെയാണ്, ഡാമുകൾ തുറക്കുന്നുണ്ട്. അപ്പോൾ പുഴയോരത്തും കാര്യങ്ങളൊക്കെ ജീവിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. എനിക്ക് തോന്നുന്നു കുറെ പേര് ക്യാമ്പുകളിലോട്ടൊക്കെ മാറ്റുന്നുണ്ട്. പിന്നെ മുല്ലപ്പെരിയാർ സ്പിൽവേ ഓപ്പൺ ചെയ്യുന്നതൊക്കെ ഞാൻ ന്യൂസിൽ കണ്ടിട്ടില്ല. അപ്പൊ എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക. അതെ, ഇങ്ങനെയൊക്കെ ജാഗ്രതയോടെ ഇരിക്കാൻ പറഞ്ഞാൽ ചിലവരുണ്ട് വെള്ളം കാണുമ്പോൾ അതിലേക്ക് എടുത്ത് ചാടുക, അങ്ങനത്തെ ഓരോരോ കാണിക്കല്. ഞാൻ വെള്ളത്തിന്റെ അടുത്തേക്ക് എനിക്കറിയാം, എനിക്ക് നീന്തൽ അറിയില്ല എന്നുള്ളത്, പെട്ടാ പെട്ടു എന്നുള്ളത് അറിയാം. അത് കാരണം ഞാൻ പോവില്ല, അത് എനിക്ക് ഉറപ്പുള്ള കാര്യം. അപ്പോൾ അങ്ങനെ നമ്മൾ വലിച്ചു നിൽക്കില്ല. ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നവരെ